ഹായ് നമസ്കാരം. ഞാൻ ജിനേഷ് ചിത്രമ്പള്ളി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രം അകലത്തിൽ മീൻതുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു 60 സെൻറ്റ് സ്ഥലവും എൻ്റെ പുറകെ കാണുന്ന 1500 സ്ക്വയർ ഫീറ്റ് പണിതൊരു നല്ല അടിപൊളി ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് ചെറുപുഴ പഞ്ചായത്തിലും, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വില്ലേജ് വരുന്നത് പുളിങ്ങോം വില്ലേജിൽപ്പെട്ട സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ താലൂക്ക് വരുന്നത് പയ്യന്നൂർ താലൂക്കിൽപ്പെട്ട സ്ഥലമാണ്. നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇങ്ങോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ മീൻതുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. മീൻതുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 100 മീറ്റർ മാത്രം നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും വരാനുള്ള റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നോക്കിയാൽ അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ചുറ്റുപാട് ഇഷ്ടംപോലെ വീടുകളുടെ ഏരിയയാണ്. പിന്നെ ഈ റോഡ് നേരെ അങ്ങനെ പോയി നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ കൂടെയും റോഡുണ്ട്, രണ്ട് സൈഡിൽ കൂടെ റോഡുണ്ട്. ഈ റോഡ് താഴോട്ട് പോകണം, അങ്ങോട്ട് കുറേ വീടുകളുണ്ട്. അതുപോലെ തന്നെ ഈ റോഡും അങ്ങോട്ടും ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ട് വരുന്നത് ആ റോഡാണ്. നമ്മളെ പറമ്പിൻ്റെ രണ്ട് സൈഡിൽ കൂടെ നമുക്ക് റോഡാണ് വരുന്നത്. ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഇത് കണ്ടില്ലെങ്കിൽ ഇവിടെ ഒരു മീൻകുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു നിലവിലിപ്പോൾ വളർത്തുന്നൊന്നുമില്ല, മീൻകുളം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതേപോലെ മീനൊക്കെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ മീൻകുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മിറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയ മിറ്റം തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 2-3 വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിലുള്ള മിറ്റവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പട്ടിക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പട്ടികളൊക്കെ വളർത്താനുള്ള സൗകര്യത്തിന് പട്ടിക്കൂടും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതാകണം, നമുക്ക് കൃഷിയോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പശുക്കളെ വളർത്താൻ പാകത്തിലുള്ള ഒരു പശുത്തൊഴുത്തുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളതാണ്. പിന്നെ അതിൻ്റെ വേസ്റ്റ് പോകാനുള്ള കുഴിയും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ വേറൊരു സംഭവം ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കണ്ടില്ലേ ഒരു 10-60ഓളം ആടിനെ വളർത്താനുള്ള സൗകര്യത്തിനൊരു ആട് ഫാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇത് ഇരുമ്പിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ വർക്കും ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ചെറിയൊരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ. അത്യാവശ്യം നല്ല സെറ്റപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇവരിപ്പോൾ നിലവിൽ ആദ്യം ഒരു 10-60ഓളം ആടുകളൊക്കെ വളർത്തിക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഫാമൊക്കെ നടത്തുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ളത്തിൻ്റെ സൗകര്യമാണ്. വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കൊണ്ടിറങ്ങി നമുക്ക് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട്. അത്യാവശ്യം നല്ല ഇഷ്ടംപോലെ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ തന്നെയാണ് കേട്ടോ. ഫുൾ ടൈം വെള്ളം ഉണ്ടാവും. ഇതേപോലെ 365 ദിവസവും വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത്, ഈ ഒരു സ്ഥലത്തിനകത്ത് വിറകൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു വിറക് വരെയും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ പുറകുവശത്തൊന്ന് പോയി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് ഇതാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ, ഏകദേശം ഒരു 10-250ഓളം നല്ല കായ്ക്കുന്ന തെങ്ങുകൾ, കവുങ്ങുകളുണ്ട്. ഏകദേശം ഒരു 250ഓളം. പിന്നെ ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ പുറകിൽ നിന്നുള്ള ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫാമാണ് കേട്ടോ. ഏകദേശം ഒരു 1500ഓളം കോഴികളൊക്കെ വളർത്താൻ പാകത്തുള്ള 2 ഫാമുകളുണ്ട് ഇതിനകത്ത്. കോഴി ഫാമായിട്ട് എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഫാമിലോട്ട് വരാനുള്ള റോഡ് കണ്ടില്ലെങ്കിൽ നമ്മളെ പറമ്പിൻ്റെ ബാക്ക് സൈഡ് കൂടെ നമുക്ക് റോഡ് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല അത്യാവശ്യം വലിയ റോഡ് തന്നെ ഉണ്ട്. നമ്മളെ പറമ്പിൽ കൂടെ തന്നെയുള്ള റോഡാണ്. പിന്നെ ഈ കാണുന്നതാണ് ഫാം. അതിന് കറണ്ടിൻ്റെ ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫാമിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. പിന്നെ എല്ലാ വർക്കും കഴിഞ്ഞാണ്. കണ്ടില്ല ഞങ്ങൾ ഇപ്പോൾ നിലവിലിപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫാമാണ്. കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1000 കുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡ്രസ് വർക്കും കാര്യങ്ങളും എല്ലാ വർക്കും കാര്യങ്ങളും, അതിൻ്റെ ഫീഡർ കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഉണ്ടല്ലേ. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പിന്നെ തീറ്റ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുള്ളതാണ്. സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, കറണ്ടിൻ്റെ എല്ലാ കണക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാം
നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിപ്പം 1000 കുഞ്ഞുങ്ങളൊക്കെ ഇടാനുള്ള സൗകര്യത്തിനുള്ളത്. പിന്നെ ഇപ്പുറത്ത് ഇതാണ് ഇവിടെ ഉണ്ട് ഒരു ഏകദേശം ഒരു 500 കുഞ്ഞുങ്ങളെ ഇടാൻ പാകത്തിലുള്ള ഒരു ഫാം നിലവിലിപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് പറമ്പിൻ്റെ സൈഡ് വഴി ഫുള്ള് തേക്ക് അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളുണ്ട്. തേക്ക്, പ്ലാവ്, മാവ് അങ്ങനെയുള്ള മരങ്ങൾ ഒരുപാടുണ്ട്. ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ ഫാമുള്ളത്. അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഉള്ളതാണ് കേട്ടോ. അത്യാവശ്യം നല്ല കിടിലനൊരു സ്ഥലം തന്നെയാണ്. ഇതുപോലെ ഫാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ പ്ലോട്ട് തന്നെയാണ്. നമുക്ക് പുളിങ്ങോം ടൗണിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് ചെറുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഇനി കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നമ്മളെ ഇപ്പോൾ വീടാണ് ആ കാണുന്നത്. വീടിൻ്റെ പുറകു സൈഡിലൊക്കെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ ഇഷ്ടംപോലെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തടുത്ത് വീടുകളുണ്ട്. പിന്നെ നമുക്ക് കൊക്കോ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10ഓളം കൊക്കോകളുണ്ട്. അതുപോലെ തന്നെ ആ കാണുന്ന പ്ലാവുകൾ ഏകദേശം 10ഓളം പ്ലാവുകളുണ്ട്. ഉണ്ടല്ലോ ചുറ്റുപാടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന വഴി കേട്ടോ. 2 റോഡുണ്ട് എന്ന് പറഞ്ഞത്. അതിൻ്റെ എൻഡ് ഇതാണ്. ഏകദേശം ഇതുവരെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എൻഡ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം നല്ല നീളം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ പോസ്റ്റ് എല്ലാം ഉണ്ട്. ഇടുവാ ഞാൻ കാണിച്ചു തരാം. കുറച്ച് നമ്മൾ ഈ ഒരു പറമ്പിൻ്റെ സൈഡ് വഴി കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ല വണ്ണുള്ള പ്ലാവുകളുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10ഓളം പ്ലാവുകളുണ്ട്. അല്ലെങ്കിൽ നല്ല പ്ലാവുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നത് നല്ല തേക്ക് മരങ്ങളുണ്ട് കേട്ടോ. ഇതേപോലത്തെ തേക്കുകളുണ്ട്. ഏകദേശം കുറേ മരങ്ങളുണ്ട്. ഇതേപോലെ പറമ്പിൻ്റെ സൈഡ് വഴി മൊത്തം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് പയ്യന്നൂരിന് പോകാൻ ഏകദേശം ഒരു 43 കിലോമീറ്ററും കണ്ണൂർ പോകാൻ ഏകദേശം ഒരു 68 കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് ഇരിട്ടിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 68 കിലോമീറ്റർ തന്നെയാണ് ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ തളിപ്പറമ്പിന് പോകാൻ ഏകദേശം ഒരു 44 കിലോമീറ്ററും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകാൻ വെറും 72 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് എന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. നമ്മളെ പറമ്പിൽ ഏകദേശം ഒരു 10-25ഓളം തെങ്ങുകളുണ്ട്. ഏകദേശം ഇതേപോലെ അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകൾ ഏകദേശം ഒരു 10-25ഓളം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മൊത്തം 60 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് ഈ ഒരു 1500 സ്ക്വയർ ഫീറ്റ് പണിതൊരു 3 ബെഡ്റൂമുള്ള ഒരു വീടും കൂടി ഉണ്ട് കേട്ടോ. എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തുനിന്ന് നമുക്ക് സ്കൂളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം ഒരു 450 മീറ്ററിൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ പള്ളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരവും, അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 4 കിലോമീറ്റർ പുളിങ്ങോത്താണ് മുസ്ലിം പള്ളി ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ചെറുപുഴയാണുള്ളത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമുള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ മൊത്തത്തിൽ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 70 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ കാണുന്ന ഓണറുടെ നമ്പറാണ്. എത്രയും പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്തോളി. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടായിട്ട് വീണ്ടും കാണാം. ബൈ.